നമസ്കാരം. സ്ത്രീ വിജയത്തിന്റെ കഥ പറയുന്ന റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ ശരൺ ചേട്ടനും വൈഷ്ണവി ചേച്ചിയും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. റെഡി? ഓക്കെ. അപ്പോൾ രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അതായത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു അഞ്ജലി മേനോൻ അവരുടെ മൂവീസിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പം അവരുടെ മൂവിയിലൊക്കെ സ്ഥിരമായിട്ട് ഒരു നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്തു വരുന്നു. അപ്പം അഞ്ജലി മാം ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? അഞ്ജലിയുടെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഉണ്ട്, കല്യാണി എന്നാണ് എൻ്റെ പേര്. ആ ഷോർട്ട് ഫിലിമിൽ ഹീറോ ആയിരുന്നു ഞാൻ. അഞ്ജലി ആദ്യം മലയാളത്തിൽ വന്നിട്ട് ഒരു ഷോർട്ട് ഫിലിമാണ് ചെയ്തത്. അപ്പം അന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ്. പിന്നെ ഒരു നാട്ടുകാരാണ്. അത് അതിലൊരു വിഷയമല്ല, പക്ഷേ ഒരു ഉണ്ടായിട്ടുള്ളൊരു വൈബ് ഉണ്ടല്ലോ. നമുക്ക് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനോടോ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനോടോ തോന്നുന്നൊരു വൈബ് ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ അവർ തരിക, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നത് നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വൈബ് എനിക്ക് അഞ്ജലിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സംസാരത്തിലാണെങ്കിലും ചില തോട്ടുകളിലാണെങ്കിലും ആ ഒരു ബന്ധം ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് ഇപ്പോഴും ഉണ്ട്. അത് മഞ്ചാടിക്കുരുവിൽ കിട്ടി. ബാംഗ്ലൂർ ഡേയ്സിൽ സത്യത്തിലൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ തന്നെയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അതിന് തൊട്ട് മുന്നേ പോയിട്ടൊരു സിനിമയിൽ അഭിനയിച്ച് ലിഗമെന്റ് ഫ്രാക്ചറായി. അല്ലെങ്കിൽ ആ ക്യാരക്ടർ ത്രൂ ഔട്ട് നിൽക്കേണ്ടതായിരുന്നു. നസ്രിയുടെ അങ്കിളായിട്ടൊരു ക്യാരക്ടർ ത്രൂ ഔട്ട് നിൽക്കേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അപ്പോഴും സിജോയിനെ ഞാനാണ് ഡബ് ചെയ്തത്. ആ കോച്ചിന്റെ വോയിസ് അത് അഞ്ജലിക്ക് വളരെ ഒരു ആഗ്രഹമുള്ളൊരു സാധനമായിരുന്നു. ആക്ച്വലി ആ ക്യാരക്ടറായിരുന്നു ഇത്ര എനിക്ക് അഞ്ജലി വെച്ചിരുന്നത്. പക്ഷെ അതെന്തോ നിർഭാഗ്യം എന്ന് പറയാം. പക്ഷെ എന്തോ എൻ്റെ ശബ്ദം വേണം എന്ന് അഞ്ജലിക്ക് നിർബന്ധം. അങ്ങനെയാണ് ഞാൻ ആ കോച്ചിന് ഡബ് ചെയ്തത്. അടിപൊളി. ഈ അതായത് വൈഷ്ണവി കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ കല്യാണത്തിന് മുമ്പ് ഒരു പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഈ അഭിനയം അല്ലെങ്കിൽ ഇപ്പൊ പഠിപ്പിക്കൽ ഒരു കല തന്നെയാണ്. ഒരാളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതല്ലാണ്ട് വേറെ എന്തൊക്കെ കയ്യിലുണ്ട് കലാരൂപങ്ങൾ? വരയ്ക്കും, മ്യൂറൽ പെയിന്റിങ് ചെയ്യും. മ്യൂറൽ പെയിന്റ് പഠിച്ചിട്ടില്ല. സാരി സാരി ഞാൻ ക്യാൻവാസ് ബോർഡിലാണ് കൂടുതലും ചെയ്യുന്നത്. അക്രിലിക് അത് ട്രൈ ചെയ്ത് മടി എന്ന് പറയുന്നൊരു സാധനം ഭയങ്കരമായിട്ടുണ്ട്. അമ്മ എപ്പോഴും പറയും. അതും ഹസ്ബൻഡിന്റെ അമ്മയുടെയും ഇങ്ങനെ പുഷ് ചെയ്ത് വരയ്ക്കും. ഇടയ്ക്ക് പെൻസിൽ ഡ്രോയിങ് ഒക്കെ ഇഷ്ടമാണ്. കൂടുതലും കാർട്ടൂൺസ് വരയ്ക്കാനാണ് താല്പര്യം. അതാണ് വരയ്ക്കും എന്നുള്ളത്. നമുക്ക് ഇപ്പൊ വരയ്ക്കൽ നമുക്ക് മ്യൂറൽ പെയിന്റിങ് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പാടും എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഡാൻസ് ചെയ്യുമെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു കലാകാരിയെ നമ്മൾ വെറുതെ വിടുക അല്ലേ? ഡാൻസ് ശരൺ ചേട്ടാ അതായത് കൊച്ചിലെ മുതൽ പാട്ട് പഠിച്ചു, ഡാൻസ് പഠിച്ചു, കഥകളി പഠിച്ചു, ഓട്ടം തുള്ളൽ പഠിച്ചു. അത് കാഴ്ചയിൽ കണ്ടപ്പോ അതൊക്കെ നമുക്ക് പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷനിൽ അതൊക്കെ കാണുന്നതാണ്. പക്ഷെ വൈഷ്ണവിയുടേതായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വൈഷ്ണവി ഏതെങ്കിലും ഒരു 4 വരി ഇപ്പൊ പാടുന്നു, അത് നിങ്ങളുടെ ഒരു ഡ്യുവറ്റ് പെർഫോമൻസ്. ഓക്കെ? തേടും തായ്മനം ആലാപനം തേടും തായ്മനം ആരിളം പൂവേ ആരിരം പാടാ താരിളം തേനേ ആരിരോ ആരോ ആലാപനം തേടും തായ്മനം. താങ്ക് യു. അപ്പോൾ റെഡ് കാർപ്പറ്റിന്റെ നമ്മുടെ അതിഥിയെ വിളിക്കാനുള്ള സമയമായിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ ആ കുട്ടി വന്നതിന് ശേഷം നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. എന്തായാലും വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആതിര. ഹായ് ആതിര, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അത് പറയൂ. സുഖമായി പോകുന്നു. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പാലക്കാട്, നെന്മാറ, കൈപ്പഞ്ചേരി. എവിടെ പോകുന്നു? പാലക്കാട് കേട്ട് കൈപ്പഞ്ചേരി, നെന്മാറയാണ്. സ്വന്തം നാട്ടുകാരെ കണ്ടപ്പോ ഞാൻ എവിടെയാന്നറിയൂ? ഇല്ല. പാലക്കാട് നല്ലേപ്പള്ളി.
നല്ലേപ്പള്ളി നെന്മാറ ഓ ആണോ? പക്ഷെ കുട്ടി സംസാരിക്കുന്നത് പാലക്കാട് ഭാഷ പെട്ടെന്ന് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ശരി, അവ പറയൂ, അതായത് പാലക്കാട് ആ ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു ഡാൻസിന്റെ ലോകത്തിലേക്ക് എത്തിപ്പെട്ടത് എത്ര വർഷമായി? ഞാനിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. പക്ഷേ ഡാൻസ് എന്നുള്ളത് ചെറുപ്പം തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. ഡാൻസ് പഠിക്കണം, ഡാൻസ് ടീച്ചർ ആവണം എന്നുള്ളത്. പക്ഷേ അപ്പോൾ അത് സാധിച്ചിരുന്നില്ല. കാരണം സാധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ കാരണം? വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടും പിന്നെ അച്ഛൻ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അച്ഛന് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. മിക്കവാറും എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. പിന്നെ എൻ്റെ അമ്മ തന്നെയാണ് എന്നെയും, ഏട്ടനുണ്ട്, ഏട്ടൻ്റെ സ്കൂൾ ഫീസ് ആയാലും വീട്ടിലെ ചിലവ്, പിന്നെ അച്ഛന് മിക്കവാറും ഹോസ്പിറ്റലായതുകൊണ്ട് ഹോസ്പിറ്റലിൽ നല്ല ചിലവുണ്ട്. അപ്പോൾ എല്ലാം അമ്മ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അമ്മയ്ക്ക് ജോലി എന്ന് പറയാൻ വലിയ ജോലിയൊന്നും ഇല്ല, കൂലിപ്പണി തന്നെയാണ്. ഇപ്പം ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കണം. അതാണ് ഈശ്വരൻ. ഇപ്പൊ 3 വർഷമായിട്ട് ഡാൻസ് ടീച്ചറും കൂടിയാണല്ലേ? ടീച്ചറും കൂടി, അതായത് ഡാൻസ് പഠിത്തവും ഡാൻസ് ടീച്ചറും കൂടിയായി. അപ്പൊ ആ ഒരു കഥ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? +2 കഴിഞ്ഞു, കോളേജിലേക്ക് എത്തി. അവിടെ നിന്ന് ഡാൻസ് എന്നുള്ള ആഗ്രഹം കൊണ്ട് മനസ്സിലുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ ആരോട് പറയേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അവിടെ എത്തി. പിന്നെ എൻ്റെ അവിടുത്തെ ഫ്രണ്ട്സ് അവിടെ വന്ന് പരിചയപ്പെട്ട ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ അവരോട് ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് പറയുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ അവരാണ് ഇങ്ങനെ ഡാൻസ് ക്രൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവിടെ പോയി ചോദിക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. പക്ഷേ ടെൻഷൻ ഉണ്ടായിരുന്നു ഫീസിൻ്റെ കാര്യം. അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല ഫീസിൻ്റെ കാര്യം. അപ്പോൾ എന്നിട്ട് അവിടെ പോയി സംസാരിച്ചു, വിജിൽ മാസ്റ്ററോട് സംസാരിച്ചു. എൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോൾ വിജിൽ മാസ്റ്ററാണ് എന്നെ ഇപ്പോൾ ഫീസ് ഇല്ലാണ്ടാണ് എന്നെ പഠിപ്പിച്ചത്. വെസ്റ്റേൺ ഡാൻസ്. അവിടെ വരുന്ന ബുദ്ധിമുട്ടുള്ള ആർക്കും ഫീസ് വാങ്ങാറില്ല. 3 വർഷം കഴിഞ്ഞ് എക്സ്പീരിയൻസ് ആയി, ഡാൻസിലെ എക്സ്പീരിയൻസ് ആയി. എനിക്ക് ഡാൻസ് ടീച്ചറായിട്ടൊരു പോസ്റ്റ് വന്നു. എനിക്ക് മാത്രമല്ല എക്സ്പീരിയൻസ് ഉള്ള എല്ലാവർക്കും മാസ്റ്റർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അതിൻ്റെ കഴിവിനനുസരിച്ച്. സൂപ്പർ. നമുക്ക് എന്തായാലും മാസ്റ്ററെ ഒരു എന്താ പറയുക വലിയൊരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കുക തന്നെ വേണം. അതെ, എന്തായാലും നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. ആരൊക്കെയാണ് വന്നിരിക്കുന്നത്, അവർക്ക് എന്താണ് ആതിരയെ കുറിച്ചിട്ട് പറയാനുള്ളതെന്നൊന്ന് കേൾക്കണ്ടേ? അപ്പൊ എല്ലാവർക്കും നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. സോ ആരൊക്കെയാണ് ഇത്? പേര് വിജിൽ. മാസ്റ്റർ. ഗ്രേറ്റ് ഗ്രേറ്റ് മാസ്റ്റർ, ഗ്രേറ്റ്. മാസ്റ്റർ പറയൂ, അപ്പോൾ ഇതായത് ആതിര എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് എങ്ങനെയാണ്? പറയാൻ വാക്കുകളില്ല. അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ടീച്ചർ വരുന്നത്. ഇപ്പോൾ ഒരിക്കലും എന്റെ സ്റ്റുഡന്റ് അല്ല, ടീച്ചറാണ്. അത്രയും ടീച്ചറിനെ പോലെ തന്നെ ആര് വന്നാലും നമുക്ക് ഈ ഫീസിന്റെ കാര്യങ്ങൾ പറഞ്ഞൊരു തിരിച്ചു പോകാന്ന് പറയുമ്പോൾ സങ്കടം തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ വരുമ്പോൾ? പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് പേരുടെ സഹായം കൂടി ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ ഓണറായാലും ശരി, നമ്മുടെ സ്ഥാപനത്തിൽ ഓണറായാലും ശരി, വാസുവേട്ടൻ, അദ്ദേഹമൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് സഹകരിക്കാറുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ അവരോടും പറയുമ്പോൾ അവർക്കും അതിൽ വലിയൊരു താല്പര്യമാണ്. കുഴപ്പമില്ല, ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇത് താങ്കളുടെ പേര്? എൻ്റെ പേര് അജു. അജു. അപ്പൊ അജു മാസ്റ്ററും ഇതിലേക്ക് ജോയിൻ ചെയ്തത് എങ്ങനെയാണ്? ഞങ്ങൾ ഒരു 4 വർഷം മുമ്പായിരുന്നു. എൻ്റെ വീട് വടക്കഞ്ചേരി വാൽക്കുളമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പാലക്കാട്. അപ്പൊ ഞാൻ അവിടെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതേപോലെ കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ രണ്ടും ഒരേ വേവ് ലെങ്ത്താണ്, 2 സൈഡിലാണെന്നേ ഉള്ളൂ, ഒരേ വേവ് ലെങ്ത്താണ്. അപ്പൊ ജസ്റ്റ് ജോയിൻ ചെയ്തപ്പോൾ എന്നാ പിന്നെ അങ്ങനെ കൂടി. അപ്പൊ നിങ്ങൾ 2 പേരും പിന്നെ അതാ ഒരു പുതിയ ടീച്ചറെ കൂടി കിട്ടി, ക്ലാസ് ഒക്കെ നന്നായി പോകുന്നു, കുട്ടികളൊക്കെ ഹാപ്പിയാണ്. അടിപൊളി. എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ 2 കൊറിയോഗ്രാഫേഴ്സിനെ പരിചയപ്പെടാൻ സാധിച്ചു. നിങ്ങളുടെ ഈ നല്ല മനസ്സിന് വലിയൊരു സല്യൂട്ട്. എന്തായാലും ആ ഒരു ഉയരങ്ങൾ നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇത് 2 പേരും നമ്മുടെ സ്റ്റുഡൻസിന്റെ പാരന്റ്സ് തന്നെയാണ്. പേര് പറയൂ. റീന, റീന, ശ്രീകല. സൂപ്പർ.